ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം മത്തി നമുക്ക് പീര പറ്റിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചീനിയും കൂടെ പുഴുങ്ങാം. അപ്പം മത്തി പീര പറ്റിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മത്തി കുറച്ച് മത്തിയേ ഉള്ളു. അപ്പോൾ അതിനാവശ്യമായത് തേങ്ങ, പുളി ചെറുതായിട്ട് കീറി വെച്ചിരിക്കുന്നതാണ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. നമുക്ക് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല പീര പറ്റിക്കുന്നതിന്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കാം. ചട്ടിയെടുത്ത് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പീര പറ്റിക്കുന്നതിന് ചെറിയ പീരയായിട്ട് തിരിഞ്ഞാൽ മാത്രം മതി. ഇഞ്ചി ഏറെ ഇട്ടെന്നും പറഞ്ഞ് കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. പച്ചമുളക്, ചെറിയ ഉള്ളി, മല്ലിപ്പൊടി വേണ്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ കുരുമുളക് പൊടി. പീര പറ്റിക്കുന്നതിന് കുരുമുളക് പൊടി അത്യാവശ്യമാണ്. കുടംപുളി, ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല പോലെ അങ്ങോട്ട് ഞെരടി എടുക്കണം. ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യമുള്ളവർക്ക്. എനിക്ക് ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കണ്ട. ഈ എണ്ണ ചേർക്കാത്ത ഒരു പീര പറ്റിക്കൽ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് ഉപ്പ്, വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് തിരുമ്മി. അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി മത്തി വാരി അതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ മത്തിയും കൂടെ അതിലോട്ട് തിരുമ്മി അങ്ങോട്ട് ചേർക്കണം. അപ്പം നമ്മുടെ അരപ്പെല്ലാം മത്തിയിലോട്ട് നല്ലതുപോലെ അങ്ങോട്ട് ചേർന്നിട്ടുണ്ട്. ആ കൊച്ചുള്ളിയും കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം മത്തിയിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില അങ്ങോട്ടിട്ട് കൊടുക്കാം. ഈ പീര പറ്റിക്കുന്നതിന് വെള്ളം ആവശ്യമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം വേണ്ടവരാണെങ്കിൽ ഒരു ശകലം ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിലർ പറയും അടിയിൽ പിടിക്കുമെന്നാൽ അതിന് വെളിച്ചെണ്ണ ഒഴിക്കണമെന്നൊക്കെ പറയും. ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി, അടിയിലൊന്നും പിടിക്കത്തില്ല. അപ്പം നമുക്കിനി ഇത് അടുപ്പിലേക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ മത്തി അടുപ്പത്ത് വെച്ച് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ മീൻ പീര റെഡിയായിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന മീൻ പീര, അതിൻ്റെ കൂടെ കഴിക്കാൻ ചീനി പുഴുങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.